ഡിക്യുവിന്റെ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള പുത്തൻ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒട്ടനവധി കാര്യങ്ങളാണ് ഡിക്യുവിന്റെ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യങ്ങളിലേക്കൊന്നും പോവാതെ പുത്തൻ അപ്ഡേറ്റുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഈ ഒരു ചിത്രം OTTയിൽ റിലീസായിട്ട് ഏകദേശം 10ാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും ഈ ഒരു സിനിമ തിയേറ്ററിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ചെന്നൈ സിറ്റിയിൽ മാത്രം ഈ ഒരു സിനിമയ്ക്ക് ഇന്ന് 37ാമത്തെ ദിവസം 20ഓളം ഷോകളാണ് നടക്കുന്നത്. അതും ഡബ്ബിംഗ് പതിപ്പാണ്, തമിഴ് വേർഷനാണ് ചെന്നൈയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് അവിടെ ഈ ഒരു സിനിമയ്ക്ക് ഇപ്പം തിരക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമാണ് അവിടെ ഈ ഒരു 37ാമത്തെ ദിവസവും 10 ദിവസങ്ങൾക്ക് മുന്നേ OTTയിൽ റിലീസായിട്ടും ഈ ഒരു സിനിമയുടെ സ്വീകാര്യത എന്നുള്ളത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 12:45 അടുത്താണ്. അപ്പം ഏകദേശം 6 ഷോകളാണ് ഇവിടെ ഫാസ്റ്റ് ഫില്ലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ഈ സമയം എന്ന് പറയുന്നത് പറഞ്ഞല്ലോ 12:45. ഇന്നത്തെ ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകളാണ് കൂടുതലായിട്ട് ഇപ്പൊ തന്നെ ഈ ഒരു വെള്ളിയാഴ്ച ഫാസ്റ്റ് ഫില്ലായിട്ട് മുന്നോട്ട് പോകുന്നത്. പുഷ്പ 2 എന്ന് പറയുന്ന വലിയ സിനിമ, പാൻ ഇന്ത്യ ലെവലിലുള്ള സിനിമ തിയേറ്ററിൽ എത്തിയിട്ടും ഡിക്യുവിന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രത്തിന് നല്ല രീതിയിലുള്ള ആളുകൾ സിനിമ കാണാൻ തിയേറ്ററിൽ എത്തുന്നു എന്ന് വേണം പറയാൻ. OTTയിൽ റിലീസായ സിനിമയാണ്. 5 ലാംഗ്വേജിൽ OTTയിൽ റിലീസായ ഒരു സിനിമയ്ക്ക് 37ാമത്തെ ദിവസം OTTയിൽ റിലീസായിട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു 10ാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. OTTയിൽ വലിയ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് ചെന്നൈ സിറ്റിയിൽ ഇന്ന് ഈ ഒരു സമയത്ത് 6 ഷോകൾ ഫാസ്റ്റ് ഫില്ലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് വേറെ ലെവൽ തന്നെയാണ്. അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഒരു ഡബ്ബിംഗ് സിനിമയാണ് ചെന്നൈയിൽ ഇത്തരത്തിലുള്ള വലിയ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഈ ഒരു സിനിമയ്ക്ക് ഏകദേശം 17 കോടിക്കടുത്ത് തമിഴ് വേർഷന്റെ ഡബ്ബിംഗ് പതിപ്പിന് മാത്രമായിട്ട് കളക്ഷൻ വന്നു കഴിഞ്ഞതാണ്. ഈ ഒരു ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ടോട്ടൽ കളക്ഷൻ ഏകദേശം 115 കോടിയിലേക്ക് ട്രാക്കഡ് കളക്ഷൻ തന്നെ എത്തപ്പെട്ടിട്ടുണ്ട്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷനും കാര്യങ്ങളൊന്നും 18 ദിവസത്തേത് മാത്രമേ പുറത്ത് വിട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള കളക്ഷനും കാര്യങ്ങളൊന്നും ഒഫീഷ്യലി പുറത്ത് വന്നിട്ടില്ല. ആ ഒരു 18 ദിവസത്തെ കളക്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് 111 കോടിക്ക് മുകളിലാണ് എന്നാണ്. ഇന്ന് ഈ ഒരു സിനിമ 37 ദിവസങ്ങളിലേക്ക് എത്തപ്പെട്ടപ്പോൾ ചിത്രത്തിന്റെ ഒഫീഷ്യലി കളക്ഷൻ കാര്യങ്ങളൊന്നും ഇതുവരെയും പിന്നീട് വന്നിട്ടില്ല. എന്നാൽ ആ ഒരു ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടിനെ മറികടക്കുന്ന രീതിയിലുള്ള ട്രാക്കഡ് കളക്ഷൻ 37 ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു സിനിമ എത്തപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഈ ഒരു സിനിമ ഏകദേശം ഒരു 2 ആഴ്ചയോളം ഇനിയും ഈ ഒരു സിനിമക്ക് ഷോ കൗണ്ട് കാര്യങ്ങളെല്ലാം കുറച്ചിട്ട് തിയേറ്ററിൽ ഉണ്ടാവും എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇന്ന് 37ാമത്തെ ദിവസവും ചെന്നൈ സിറ്റിയിൽ 20 ഷോകൾ കളിക്കുന്നതും അതിൽ ഏകദേശം 6ഓളം ഷോകൾ ഈ ഒരു സമയത്ത് തന്നെ ഫാസ്റ്റ് ഫില്ലായിട്ട് മുന്നോട്ട് പോകുന്നത്. OTTയിലും നെറ്റ്ഫ്ലിക്സിന് വീണ് കിട്ടിയ ഒരു തുറുപ്പിച്ചീട്ട് തന്നെയാണ് ഡിക്യുവിന്റെ ലക്കി ഭാസ്കർ. ഇനിയും ഒന്നും കൂടെ ഹോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ OTTയിൽ റിലീസ് ആവുന്നതെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ എന്തായാലും ഒരു 120 കോടിയോളം എത്തപ്പെടാനുള്ള എല്ലാവിധ ചാൻസ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അതൊരു നിരാശയുള്ള കാര്യമല്ല. സിനിമ എന്നത് ഒരു ബിസിനസ് ആണല്ലോ. OTT റൈറ്റ്സിലൂടെ നല്ലൊരു എമൗണ്ട് ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഡിക്യുവിന്റെ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന്റെ കൂടുതൽ എന്തെങ്കിലും റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം.